പിറക്കുന്ന ഓരോ കുഞ്ഞിനും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പിഞ്ചുകുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാത്തതിനു പിന്നിൽ ക്രൂരത മാത്രമല്ല ഉള്ളത്, നിയമത്തെക്കുറിച്ചും നിയമ സംവിധാനങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ കൂടിയാണ്. ബാലാവകാശ സംരക്ഷണം, ദത്തെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളെല്ലാം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും കൂടുതൽ ചർച്ചയാവുകയാണ്. ഈ അവസരത്തിൽ റേഡിയോ CU ടോക്ക് ഓണിൽ നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാടാണ്. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയാണല്ലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഘടന, അധികാരങ്ങൾ, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മളിവിടെ ആദ്യം സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ജനിച്ച ഉടനെ അമ്മമാർ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വയനാട് ഈ വലിയ ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളെ ദത്തെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആളുകൾ വരുന്നു. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഒരു അവയർനെസ്സിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, നമ്മളതിനെ മലയാളത്തിൽ ബാലനീതി നിയമം എന്നാണ് പറയുക. ആക്ട് വരുന്നത് 2000. പിന്നീട് 2015 അത് കുറച്ചും കൂടി വിപുലമായി ഒരു പരിഷ്കരിക്കപ്പെട്ട ഒരു വലിയ നിയമമായി മാറി. 2022 ഒരു അമെൻമെൻറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ കുറഞ്ഞതൊരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാലനീതി നിയമത്തിൽ 2 തരം കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വിഭാഗം കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ. മറ്റൊരു വിഭാഗം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവുമായി കലഹിക്കുന്ന കുട്ടികൾ, അതായത് അവർ പിന്നെ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്തില്ല എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 2 തരം കുട്ടികളുണ്ട്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ CNCP അല്ലെങ്കിൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ വരിക. എല്ലാ ജില്ലയിലും, കേരളത്തിൽ ഇപ്പോൾ 14 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റിയിൽ 5 അംഗങ്ങളാണുള്ളത്. അതിലൊരാൾ ചെയർമാനായിരിക്കും. ഇവരുടെ യോഗ്യത എന്ന് ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് നിയമത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, എഡ്യൂക്കേഷൻ, ഭിന്നശേഷി കുട്ടികൾ, ഇവരുടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം, പിന്നെ 7 വർഷക്കാലം ഈ കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തന പരിചയം, ഇങ്ങനെയുള്ള പിന്നെ 5 പേരായിരിക്കും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഉണ്ടാവുക. 3 വർഷമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കാലാവധി. ഓരോ 3 വർഷം കഴിയുമ്പോഴും പുതിയ കമ്മിറ്റി വരും. അതായത് തുടർച്ചയായി ഒരു കമ്മിറ്റി ഉണ്ടാവില്ല, പുതിയ ആളുകളായിരിക്കും വരിക. 20 ദിവസം എല്ലാ മാസവും 20 പിന്നെ 20 സിറ്റിങ്ങുകളുണ്ടായിരിക്കും. ഇതിൽ കുട്ടികളുടെ കരുതലും കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ ചികിത്സ, കുട്ടികളുടെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ പിന്നെ ഉത്തരവുകൾ വരേണ്ടത്. നമ്മുടെ മുന്നിൽ കുട്ടികളെ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അത് ഏത് പൗരനും കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യാം. ആ വരുന്ന കുട്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടിയെ പിന്നെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, ആ കുട്ടിയെ എവിടെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുക, ആർക്കാണ് ഈ കുട്ടിയെ കൊടുക്കാൻ കഴിയുക, ആരാണ് യോഗ്യരായിട്ടുള്ള രക്ഷിതാക്കൾ എന്ന് തീരുമാനിക്കുക, ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, പിന്നെ അതുപോലെ കുട്ടികളെ സറണ്ടർ ചെയ്യുന്ന ആളുകളുണ്ടാവും, ജനിച്ച ഉടനെ തന്നെ സറണ്ടർ ചെയ്യുന്ന ആളുകളുണ്ടാവും, പിന്നെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം കാര്യങ്ങൾ, പിന്നെ ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്
കുട്ടികളെ പ്രഖ്യാപിക്കുന്നത്. അതിന് നമ്മൾ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്നാണ് പറയുക. അതായത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ പ്രഖ്യാപിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. പിന്നെ കുട്ടികൾക്ക് ഫോസ്റ്റർ കെയർ, അതായത് സംരക്ഷിക്കാൻ ആളില്ലാത്ത കുട്ടിയെ മറ്റൊരാൾക്ക് നമുക്ക് സംരക്ഷിക്കാൻ കൊടുക്കാം, കുട്ടിയെ സ്പോൺസർ ചെയ്യിപ്പിക്കാം. പിന്നെ അതുപോലെ പോക്സോ കേസുകളിലെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ, ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കുള്ള ഉത്തരവുകളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകുന്നത്. സാർ നേരത്തെ പറഞ്ഞല്ലോ, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല മനസ്സുകൾ മുന്നോട്ട് വരികയുണ്ടായി. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, എന്താണ് ആ വ്യവസ്ഥിതികൾ, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കുമോ, അതിൻ്റെ ഒരു നിയമ സംവിധാനം എങ്ങനെയാണ്? നമ്മൾ വളരെ വികാരത്തോടു കൂടിയിട്ടാണ് ആളുകൾ വരുന്നത്. കാരണം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇടുക്കിയിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പറയുന്നതാണ്, ഞാൻ കുട്ടിയെ ദത്തെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഇങ്ങനെ വയനാട്ടിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുമോ, ഏതെങ്കിലും ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദത്തെടുക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് പിന്നെ ഫോർമാലിറ്റീസ് ഉണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നിയമത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു കുട്ടിയെ നമ്മുടെ കൈവശം വെച്ചിരുന്നാൽ, നമ്മളുടേതല്ലാത്ത ഒരു കുട്ടിയെ നമ്മുടെ കൈവശം വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ സെക്ഷൻ 80 പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. അതായത് പിന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ അവർ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് പിന്നെ അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ, ഒരാൾക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ സാറ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഈ പോർട്ടലാണ്. ആ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അവിടെ സീനിയോറിറ്റി വരും. അപ്പം നമ്മുടെ കയ്യിൽ വരുന്ന കുട്ടികളെ നമ്മൾ ഒരു 2 മാസത്തിനുള്ളിൽ പ്രായഭേദം അനുസരിച്ച്, അല്ലെങ്കിൽ 4 മാസം, അങ്ങനെ പിന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അന്വേഷണം 2 മാസം, അല്ലെങ്കിൽ മറ്റവർക്ക് 4 മാസം, അങ്ങനെ നമ്മൾ അന്വേഷണം നടത്തി ഈ കുട്ടികളെ പിന്നെ ദത്തെടുക്കാൻ കഴിയുന്ന കുട്ടികളാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ കുട്ടികളെ ഈ പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ സീനിയോറിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അറിയാവുന്ന ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിയില്ല. അറിയാവുന്ന ഒരു കുട്ടിയെ ദത്തെടുത്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചില പൊസസീവ്നെസ്, ചില കണ്ടീഷൻസ് വരും. അതായത് ഇന്ന കുട്ടി, ആ കുട്ടിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് ദത്തെടുക്കാം. കുട്ടികൾ പലതരത്തിൽ ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ വ്യത്യസ്ത തലത്തിലുള്ള കുട്ടികളായിരിക്കും. അപ്പം നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുക. ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ നമ്മൾ ഏത് കുട്ടിയാണോ കൊടുക്കുന്നത്, അത് ഏത് രക്ഷിതാവിനാണോ മാച്ചാകുന്നത് അവിടേക്ക് കൊടുക്കാം. ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധികാരപരിധിയിൽ വരുന്നൊരു കാര്യമാണ് ഫോസ്റ്റർ കെയർ. ഒരു കുട്ടി അമ്മയില്ല, അച്ഛനുമില്ല, അല്ലെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരു അവസ്ഥയുമില്ല, കുട്ടി സ്ഥാപനത്തിലാണ് താമസിക്കുന്നത്. ആ കുട്ടിക്ക് സ്ഥാപനവാസം എന്ന് പറയുന്നത് ഈ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ലാസ്റ്റ് റിസോർട്ടാണ്. അതായത് ഒരു കുട്ടിയെ പുനരധിവസിപ്പിക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ ഒരു അത്താണി മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൽ താമസിപ്പിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ നമുക്ക് ഈ കുട്ടി ജീവിച്ച ജന്മസാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. അത് ചിലപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുട്ടിയുടെ സാഹചര്യമായി ഒത്തിണങ്ങുന്നതായ രക്ഷിതാക്കൾ വരും. അവർക്ക് നമ്മൾ ഈ കുട്ടിയെ 1 വർഷത്തേക്ക് വളർത്താൻ വേണ്ടി കൊടുക്കും. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ആ കുട്ടിയെ ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. 1 വർഷക്കാലം കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കും. അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ 18 വയസ്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോസ്റ്റർ കെയർ പേരൻറ്റിന് ഈ കുട്ടിയെ ദത്തെടുക്കാനുള്ളൊരു പ്രയോറിറ്റി കിട്ടും, പ്രിഫറൻസ് കിട്ടും. അപ്പോൾ അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്താൽ 2 വർഷം കഴിയുമ്പോൾ ഇവർക്ക് പ്രിഫറൻസ് കിട്ടും. അങ്ങനെ ഇവർക്ക് ഈ കുട്ടിയെ ദത്തെടുക്കാൻ കഴിയും.
അതുപോലെ സ്പോൺസർഷിപ്പ് എന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അനാഥരായ കുട്ടികൾ അവർ ബന്ധുക്കളോടൊപ്പമായിരിക്കും താമസിക്കുന്നത്, പക്ഷേ അവരുടെ വിദ്യാഭ്യാസം, സുരക്ഷ, അവരുടെ താമസം എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഓടി വന്നിട്ട് കുട്ടിയെ ദത്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം നിയമപരമായി നിലവിലില്ല. ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് സാർ നേരത്തെ പറഞ്ഞു. ആരാണ് ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി? ഈ ഒരു പിന്നെ നമ്മുടെ ഒരു രസകരമായൊരു ചോദ്യം ഒരമ്മ ചോദിക്കും, എൻ്റെ കുട്ടിയെ ഞാൻ തല്ലിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ, ഞാൻ ജനിപ്പിച്ച കുട്ടിയല്ലേ, ഞാൻ വളർത്തുന്ന കുട്ടിയല്ലേ, ആ കുട്ടിയെ എനിക്കിഷ്ടമുള്ളതുപോലെ നോക്കിയാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം സാധാരണ എല്ലാ അമ്മമാർക്കും ചോദിക്കാവുന്നതാണ്. പക്ഷേ ആ ചോദ്യം ബാലനീതി നിയമപ്രകാരം തെറ്റാണ്. കാരണം ഒരു കുട്ടി അച്ഛനും അമ്മയും ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഉള്ള ഒരു കുട്ടിയെ ആ വീട്ടിൽ സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, വിവിധ തരത്തിലാകാം, അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ കുട്ടി ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ സർക്കാർ സംവിധാനത്തിന് ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ തെരുവിൽ കഴിയുന്ന കുട്ടികൾ, അനാഥരായ കുട്ടികളെന്ന് പറയുമ്പോൾ പിന്നെ ഈ ബാലവേല ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ വീടില്ല, താമസിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നില്ല, ഉപജീവനത്തിനുള്ള ഒരു മാർഗവും ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭിക്ഷയാചിക്കുന്ന കുട്ടികൾ. ഒരു കുട്ടി ഒരാളുടെ കൂടെ താമസിക്കുകയാണ്, പക്ഷേ ആ താമസിക്കുമ്പോൾ ആ കുട്ടിക്ക് അവിടെ ഭീഷണിയുണ്ട്. അത് മാനസികമായ ഭീഷണിയാകാം, ശാരീരികമായ ഭീഷണിയാകാം, അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളതാണ്. ഒരു കുട്ടി ഒരാളോടൊപ്പം താമസിക്കുന്നു, അത് രക്ഷിതാവാകാം, പക്ഷേ ആ കുട്ടിക്ക് അവിടെ ഭീഷണിയുണ്ട്. അത് സെക്ഷുവലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള ഭീഷണിയാകാം, അല്ലെങ്കിൽ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന ഭീഷണിയാകാം, അങ്ങനെയൊക്കെ ആകാം. ഇപ്പോൾ വയനാട് ഈ ഇഷ്യൂ വന്നു, വയനാട് ഈ ഉരുൾപൊട്ടൽ വന്നു, കുറേ കുട്ടികൾ മരിച്ചു, കുറേ കുട്ടികൾ അനാഥരായി. ആ ഈ നാച്ചുറൽ കലാമിറ്റിയിലും അതുപോലെ പിന്നെ യുദ്ധത്തിലും ഒക്കെ അനാഥരായി പോകുന്ന കുട്ടികൾ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ പിന്നെ ഏറ്റെടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ പോക്സോ കേസുകളിലെ സർവൈവേഴ്സ് എല്ലാവരും ആകണമെന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി അതിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഒരു സെക്ഷൽ അബ്യൂസിന് വിധേയമായെന്നിരിക്കട്ടെ, ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിന് വലിയ ട്രോമയാണ്, മാനസികമായ പ്രശ്നമാവും അതിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കുട്ടികളെല്ലാം ശ്രദ്ധയും സംരക്ഷണവും ആവശ്യം. ഞാനത് പറഞ്ഞു നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ അമ്മയും അച്ഛനും ഉള്ളപ്പോൾ തന്നെ അവിടെ കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല, ഭീഷണിയുണ്ട് കുട്ടിക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമുണ്ട്, കുട്ടിക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇതൊന്നും ആ വീട്ടുകാർ കെയർ ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടി ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ സർക്കാർ സംവിധാനത്തിലേക്ക് മാറ്റി അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നിരന്തരം നമ്മുടെ വാർത്തയിൽ നിറയുന്ന ഒരു കാര്യമാണ്. വാർത്തകൾ മാത്രമല്ല, ചുറ്റും നടക്കുന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഈ അതിക്രമങ്ങൾ ഏതൊക്കെ നിയമങ്ങളുടെ പരിധിയിലാണ് വരുന്നത്? നമ്മൾ ബാലനീതി നിയമത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ കാര്യങ്ങൾ, ഒരുപാട് പിന്നെ വകുപ്പുകൾ പറയുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ പഴയ IPC, ഇപ്പം നമ്മുടെ BNSS എന്ന് പറയുന്ന പുതിയ നിയമത്തിലും ഒക്കെ പിന്നെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വകുപ്പുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബാലനീതി നിയമത്തിൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലാണെങ്കിൽ, ഇപ്പോൾ കുറ്റകൃത്യത്തിനിരയായൊരു കുട്ടി ഒരു പിന്നെ കുറ്റകൃത്യത്തിനിരയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ ഞാനത് പുറത്ത് പറയുന്നില്ല, ഞാനത് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചാൽ ബാലനീതി നിയമത്തിലെ സെക്ഷൻ 74(1) പ്രകാരം അത് കുറ്റമാണ്. അതിന് 6 മാസം വരെ പിന്നെ പണിഷ്മെൻറ്റും 2 ലക്ഷം രൂപയും പിഴയും കിട്ടുന്ന ഒരു ശിക്ഷയാണ്. സെക്ഷൻ 75 ഉണ്ട്. ആ 75ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾ,
കുട്ടിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളയാൾ ആ കുട്ടിയെ ചൂഷണം ചെയ്യുകയോ കുട്ടിയെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അതുപോലെ സെക്ഷൻ 76 പിന്നെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്ക് ലഹരി പാനീയങ്ങൾ കൊടുക്കുന്നത് കുറ്റകരമാണ്. പിന്നെ ലഹരി വിൽപ്പനയ്ക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നത് കുറ്റമാണ്. അതുപോലെ അടിമവേല ചെയ്യുന്നതിന് കുറ്റമാണ്. അതുപോലെ പിന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് വന്നിട്ടുള്ള ഒരു നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു രസകരമായ ഉത്തരവുണ്ട്. വെച്ച് കഴിഞ്ഞാൽ കുട്ടി അധ്യാപകന് തല്ലാമോ എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാലനീതി നിയമപ്രകാരം കുട്ടിയെ പിന്നെ തല്ലുന്നത് കുറ്റകരമാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് അധ്യാപകനാണ്, അത് കുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് തല്ലുന്നത്. അതിന് നമ്മൾ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ടല്ലോ, അവർ കുട്ടികൾക്കെതിരായിട്ട് അതിക്രമം കാണിക്കുമ്പോൾ സെക്ഷൻ 82 പ്രകാരം അത് കുറ്റകരമാണ്. അതുപോലെ ഈ തീവ്രവാദി ഗ്രൂപ്പുകളിൽ കലാപങ്ങളിലൊക്കെ കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ സെക്ഷൻ 83 പ്രകാരം കുറ്റകരമാണ്. പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അബ്ഡക്ഷൻ, അത് നേരത്തെ നമ്മുടെ IPCയിലെ 360, 363 വകുപ്പ്, ഇപ്പോൾ പുതിയ നിയമത്തിൽ 137 വകുപ്പ് പ്രകാരം അത് കുറ്റകരമാണ്. പിന്നെ വേറൊരു കാര്യം സെക്ഷൻ 85 പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭിന്നശേഷിയുള്ള കുട്ടികളെ, അങ്ങനെയുള്ള കുട്ടികളെ പിന്നെക്കെതിരെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം വന്നാൽ നിലവിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷയായിരിക്കും അവർക്ക് കൊടുക്കുക. പിന്നെ പോക്സോ നിയമം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പോക്സോ നിയമത്തിൽ വരുന്ന ഒരുപാട് കുറ്റങ്ങളുണ്ട്. അത് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. വളരെ പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ കൊടുക്കുന്ന കുറ്റങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ഫാക്ടറീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ഈ മൈൻ ആക്ട്, അതുപോലെ ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട്. ഇതൊക്കെ പ്രകാരം നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ വലിയ ശിക്ഷ കൊടുക്കുന്ന ഒരു എന്താ പറയുക, നിയമങ്ങളുടെ വിപുലമായ ഒരു നിര തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ പോക്സോ കേസിനെ പറ്റി പറഞ്ഞ സമയത്താണ് പോക്സോ അതിജീവിതർ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്? പോക്സോ നിയമത്തിലും പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട റൂളുകളിലും ചട്ടങ്ങളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കടമകളെ, ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു പോക്സോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പോലീസ് FIR എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ആ FIR ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് സമർപ്പിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നത്, ഒരു കുട്ടിയുടെ FIR വന്നാൽ നമ്മൾ ആദ്യം തന്നെ ആ FIR വരുന്ന ദിവസം തന്നെ നമ്മൾ ഒരു പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയിട്ട് സ്കൂൾ കൗൺസിലർമാരെ ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ പ്രൈമറി അസസ്മെൻറ്റ് റിപ്പോർട്ട് എന്നാണ് പറയുക. അതായത് ഒരു കുട്ടി പോക്സോ സർവൈവർ ആയാൽ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ വേണോ, അതിന് ചിലപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം, മിക്കവാറും എല്ലാ കുട്ടികൾക്കും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഒരു പോക്സോ സർവൈവർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും ദുരിതം പിടിച്ച ഒരു അവസ്ഥയാണ്. കാരണം ആ കുട്ടി ആ നിമിഷം മുതൽ, എപ്പോഴാണോ ഈ കുട്ടി ലൈംഗികമായ ചൂഷണത്തിന് അല്ലെങ്കിൽ അതിക്രമത്തിന് വിധേയമാകുന്നത്, ആ നിമിഷം മുതൽ ആ കുട്ടിയുടെ മരണം വരെ അതിനിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് അതിൻ്റെ മൊഴിയെടുക്കൽ, അതിൻ്റെ കോടതിയിലെ പിന്നെ മൊഴി കൊടുക്കൽ, തുടർന്ന് വരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഈ കേസിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആ കുട്ടിയെ ബാധിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും അധികം കരുതൽ കൊടുക്കേണ്ട കുട്ടികളാണ് ഈ പോക്സോ കേസിലെ സർവൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രിലിമിനറി അസസ്മെൻറ്റിന് വിടും. അവിടെ മിക്കവാറും സ്കൂൾ കൗൺസിലർമാർ വഴിയാണ്. സ്കൂൾ കൗൺസിലറിനെ അവർ പോയിട്ട് ആ പ്രിലിമിനറി അസസ്മെൻറ്റ് നമുക്ക് തരും. അപ്പോൾ ഈ പ്രിലിമിനറി അസസ്മെൻറ്റ് വരുമ്പോൾ നമുക്കറിയാം കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. അതായത് കുട്ടിക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, കുട്ടി ആ വീട്ടിൽ സുരക്ഷിതയാണോ,
അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുട്ടിയുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. അതറിഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് പേഴ്സണെ വയ്ക്കും. അത് ഒരുപക്ഷെ ഈ സ്കൂൾ കൗൺസിലർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഒരാളിനെ, ഒരു സൈക്കോളജിക്കൽ കൗൺസിലറിനെ നമ്മൾ വയ്ക്കും. പിന്നീട് ആ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ മന്ത്ലി വിലയിരുത്തിക്കൊണ്ടിരിക്കും. കുട്ടിയെ നമ്മൾ കാവൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തും. അത് പോക്സോ സർവൈവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. കാവൽ പ്ലസ്സുകാർ ആ കുട്ടിയെ നിരന്തരം ഫോളോ ചെയ്യും. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൃത്യമായി നടക്കുന്നുണ്ടോ, കുട്ടിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ കേസിലെ പ്രതികൾ കുട്ടിയെ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്താൻ വരുന്നുണ്ടോ, കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം സാധ്യമാകുന്നില്ലേ, ഈ കാര്യങ്ങളെല്ലാം അവർ നിരീക്ഷിച്ചിട്ട് നമുക്ക് കൃത്യമായി റിപ്പോർട്ട് തരും. അതുകൊണ്ട് ഒരു പോക്സോ സർവൈവറായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തുടർച്ചയായ ഒരു പിന്തുടരൽ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം വരും. ഇപ്പോൾ പോലീസ് തീരുമാനിക്കാം ഈ കുട്ടി ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുള്ള കുട്ടിയാണോ എന്ന് പോലീസിന് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ വീട്ടിൽ കുട്ടിയുടെ ബന്ധുവാണ് ഇതിന് കാരണക്കാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്നാൽ നമുക്ക് ആ വീട്ടിലേക്ക് കുട്ടിയെ തിരിച്ചു വിടാൻ പറ്റില്ല. കാരണം ആ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. സ്വാഭാവികമായി ആ കുട്ടി അവിടെ താമസിക്കുന്തോറും അതിന് മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ അവിടേക്ക് വിടില്ല എന്നുള്ളതാണ്. കുട്ടിയെ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എവിടെയാണ്? ഒരു പക്ഷേ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നൊരു ബന്ധുവുണ്ട്. കുട്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നും നിന്ന് മാറി നിന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു ബന്ധുവിൻ്റെ വീടുണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധുവിനോടൊപ്പം വിടാം. അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തവനൂരിൽ ഒരു എൻട്രി ഹോം ഫോർ ഗേൾസ് ഉണ്ട്. അത് പോക്സോ സർവൈവേഴ്സിന് മാത്രമുള്ള പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെ നിർത്തും. അവിടെ ഒരു 3-4 മാസത്തിൽ കൂടുതൽ നമുക്ക് നിർത്താൻ കഴിയില്ല. എന്നാൽ പോലും ചിലപ്പോൾ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തും. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാലും ഇവർക്ക് വീട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് പോകും. ഇവിടെ കോഴിക്കോട് ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റും. അപ്പോൾ കുട്ടികളുടെ തുടർ പഠനം, കുട്ടികളുടെ പുനരധിവാസം, കൗൺസിലിങ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു പിന്തുണ, ഒരു കരുതൽ കുട്ടിയോടൊപ്പം ഉണ്ടാവും. നമ്മുടെ വാർത്തകളിൽ നിരന്തരം കാണുന്ന ഒന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടുന്ന, കൊന്നുകളയുന്ന വാർത്തകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുന്നത്? സ്വന്തം അമ്മയല്ലേ അത്? അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നത്? അതിനു പകരം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു നിയമ സംവിധാനങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്ന അറിവില്ലായ്മയാണോ അവരെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിക്കുന്നത്? ഇത് വലിയ ബോധവൽക്കരണം വേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മുന്നിൽ നിരന്തരം വാർത്തകൾ ഇങ്ങനെ വരികയാണ്. ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ, നവജാത ശിശുവിനെ എറിഞ്ഞു കൊല്ലുന്നു, അമ്മ കാമുകനെ ഏൽപ്പിച്ച കുഞ്ഞിനെ കാമുകൻ കുഴിച്ചിടുന്നു, സെപ്റ്റിക് ടാങ്കിൽ കുഞ്ഞിനെ കുഴിച്ചിടുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കുഞ്ഞ് ഏത് തരത്തിൽ ജനിച്ചു വീണാലും അതിനെ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായി പലതരം ബന്ധങ്ങളിൽ കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടിയെ കൊല്ലേണ്ട ഒരു കാര്യവുമില്ല. ആ കുട്ടിയെ ജീവനോടെ വളർത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് അമ്മത്തൊട്ടിലുകൾ, പല ജില്ലകളിൽ നമുക്ക് അമ്മത്തൊട്ടിലുകളുണ്ട്. അമ്മത്തൊട്ടിലുകൾ കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ആരും അറിയില്ല. അവിടെ കൊണ്ടുവന്ന് ആ കുട്ടിയെ അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ ആ കുട്ടി വരും. അതിന് നമ്മൾ അതിനാവശ്യമായ സംരക്ഷണ സ്ഥാപനത്തിലേക്ക് മാറ്റും. പിന്നീട് ആ കുട്ടിക്ക് രക്ഷിതാവിനെ കണ്ടെത്താൻ, ആ രക്ഷിതാവിനെ അല്ല, അതിന് യോഗ്യരായ രക്ഷിതാവിനെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിൽ കുട്ടിയെ സറണ്ടർ ചെയ്യാം. അതായത് ഒരു ഔട്ട് ഓഫ് വെറ്റ്ലോക്കിലോ വിവാഹേതര ബന്ധത്തിലോ വിവാഹബന്ധത്തിലോ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടിയെ കൊണ്ട് തരുന്നു, ആരും ഉണ്ടാവില്ല.
അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു വനിതാ മെമ്പറുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതിൽ ആരും അറിയില്ല. പിന്നെ നമ്മൾ ഇൻ ക്യാമറ എന്ന് പറയുന്ന പ്രൊസീഡിങ്സ് പോലെ നമ്മൾ പുറത്തൊരാളും വരാതെ നമ്മൾ ആ കുട്ടിയെ ഏറ്റെടുത്തിട്ട് ആ അമ്മയുടെ വിവരം പുറത്തൊരു മനുഷ്യനും അറിയില്ല. ആ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കും. പിന്നെ അതുപോലെ നമ്മൾ അബാൻഡൻഡ് ആയിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ, ഇപ്പോൾ അമ്മത്തൊട്ടിൽ പോലെയുള്ള അവിടെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ പല ഹോസ്പിറ്റലിലൊക്കെ പ്രസവിച്ചിട്ട് പോകുന്ന വെച്ചാൽ കുട്ടിയെ സുരക്ഷിതമായി എവിടെ വെച്ചാലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ഇൻഫർമേഷൻ അനുസരിച്ച് അവിടെ കുട്ടിയുടെ അടുത്ത് നമ്മൾ എത്തുന്നു, ആ കുട്ടിയെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ സറണ്ടർ ചെയ്യുന്ന അമ്മയ്ക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ട് നമുക്ക് തന്നിട്ട് വേണമെങ്കിൽ ഒരു റീതിങ്കിങ്ങിന് സമയമുണ്ടാവും. 2 മാസം റീതിങ്കിങ് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെ, എനിക്ക് ഈ കുട്ടിയെ തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊണ്ടുപോകാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, കുട്ടിയുടെ രക്ഷിതാവിനെ, അബാൻഡൻഡ് ആയിട്ടുള്ള ചൈൽഡ് ആണെങ്കിൽ നമ്മൾ കുട്ടിയുടെ രക്ഷിതാവിനെ അന്വേഷിക്കുന്നു. അതിന് പത്രപരസ്യവും മറ്റുമൊക്കെ കൊടുക്കുന്നു. രക്ഷിതാവിനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ അഡോപ്ഷന് പിന്നെ പ്രാപ്തയായ കുട്ടിയായിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ പോർട്ടലിൽ കുട്ടിയുമായി പിന്നെ കുട്ടിക്ക് പറ്റിയ രക്ഷിതാക്കളെ കണ്ടെത്തുന്നു. എന്നിട്ട് ആ കുട്ടി ഇന്ത്യക്കകത്തും പുറത്തും ആ കുട്ടിക്ക് നല്ല ജീവിതം കിട്ടുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ അതിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ അതിനെ താമസിപ്പിക്കാൻ പറ്റും. അതിനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോറ്റി വളർത്താൻ, മറ്റാളുകൾക്ക് പോറ്റി വളർത്താൻ കൊടുക്കാൻ പറ്റും. കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരറിയുന്നു എന്നതിൻ്റെ പേരിൽ, ആ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയെയും കൊല്ലേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ദയവ് ചെയ്ത് അതിനെ അപായപ്പെടുത്തരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. നമ്മൾ ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുന്ന സമയത്ത് ബാലാവകാശത്തെയും അതുപോലെ തന്നെ ബാലസംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് ചർച്ചകൾ കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടുകൾ എന്നുള്ള രീതിയിൽ വിശദീകരിക്കാമോ? അല്ല, നമുക്ക് പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടിനപ്പുറം ലോകത്ത് കുട്ടികളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് പിന്നെ വലിയ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ ഒക്കെ വന്ന് അവസാനിക്കുന്നത് കുട്ടികൾക്ക് 4 തരം അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, റൈറ്റ് ടു സർവൈവലാണ്. അതായത് ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ആരോഗ്യ സംവിധാനം കിട്ടണം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം കിട്ടുക, പിന്നെ പോഷകാഹാരം കിട്ടുക. ഇതൊക്കെ കുട്ടിയുടെ റൈറ്റ് ടു സർവൈവൽ പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഡെവലപ്മെൻ്റ് ആണ്. ഒരു കുട്ടിക്ക് വളർന്ന് വികസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ വളർന്ന് വികസിക്കണമെങ്കിൽ എന്തു വേണം? അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവൻ്റെ ചൈൽഡ്ഹുഡിൽ നല്ല കെയർ വേണം, പിന്നെ അവന് ഒരു നല്ല സാമൂഹിക സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടണം. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രൊട്ടക്ഷനാണ്. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം മോശപ്പെട്ട സമീപനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അവന് രക്ഷ കൊടുക്കേണ്ടത് അവൻ്റെ ഒരു അവകാശമാണ്. നാലാമത്തേതെന്ന് പറയുന്നത് റൈറ്റ് ടു പാർട്ടിസിപ്പേഷനാണ്. റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു സിനിമയിൽ പറയില്ലേ, നീ വെറും കുട്ടിയാണ്, നിനക്ക് അറിയില്ല, നീ വെറും കുട്ടിയാണെന്ന് പറയില്ലേ. റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രിൻസിപ്പലിൻ്റെ ലംഘനമാണത്. കാരണം മുതിർന്നവർക്ക് സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പങ്കാളിത്തമുണ്ടോ ആ പങ്കാളിത്തം ഒരു കുട്ടിക്കും ഉണ്ടാവണം. എൻ്റെ മോൾ എന്നോടൊരു ചോദിച്ചു, നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് എന്നോട് എന്തെങ്കിലും ചോദിച്ചു എന്നാണ് ചോദിച്ചത്. കാരണം നമ്മളെക്കാൾ കൂടുതൽ ആ വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആ കുട്ടിയാണ്. ആ വീടിനെക്കുറിച്ച് കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ, അല്ലേ? അപ്പോൾ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ 4 അവകാശങ്ങളാണ് ലോകത്ത് പിന്നെ കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. മനുഷ്യാവകാശത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല. കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം
ഒരു ഇംഗ്ലണ്ടൈൻ ജബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അയാളുടെ സഹോദരിയാണ് ഡൊറോത്തി ബോക്സ്റ്റൺ. ഇവരാണ് ലോകത്താദ്യമായിട്ട് സേവ് ദ ചിൽഡ്രൻ ഫണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. കാരണം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് കുട്ടികൾ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അനാഥരാക്കപ്പെട്ടു, അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് വലഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സേവ് ദ ചിൽഡ്രൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്ന പോപ്പ് ഈ ഡിസംബർ 28, 1919 ഡിസംബർ 28 ഇന്നസെൻ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു ചിൽഡ്രൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ജോനാസ് കോർച്ചക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് കുട്ടികളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരുപാട് കൺവെൻഷൻസ് വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 1948 UNDHR മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നുണ്ട്. അതിൽ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 1966 ഈ എക്കണോമിക് സോഷ്യൽ റൈറ്റ്സിനെ സംബന്ധിച്ച് ഒരു ICSR എന്ന് പറയുന്നൊരു കൺവെൻഷൻ വരുന്നുണ്ട്. അതിനുശേഷം CCPR സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ വരുന്നുണ്ട്. 1985 മറ്റോ ആണ് ബെയ്ജിംഗ് റൂൾ വരുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിൽ 1989 UNCRC വരുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചുള്ളൊരു വലിയ ഡിക്ലറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ച് വലിയ പിന്നെ കൺവെൻഷനുകളും പ്രഖ്യാപനങ്ങളും ആഗോളതലത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ കുട്ടികളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് വരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 കുട്ടികൾക്കും സ്ത്രീകൾക്കും നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 പിന്നെ ജീവിക്കാനുള്ള അവകാശത്തിൽ നമുക്ക് പിന്നെ കുട്ടികളുടെ 14 വയസ്സ് വരെയുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അത് ഭേദഗതി ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ആർട്ടിക്കിൾ 23 നിർബന്ധിതമായ ജോലിയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നു വരുന്നുണ്ട്. ആർട്ടിക്കിൾ 24 ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ്. പിന്നെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പിന്നെ ആർട്ടിക്കിൾ 39 വരുന്നുണ്ട്. കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 39 E ഉണ്ട്, F ഉണ്ട്, 45 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ വരുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെയുള്ള നിയമങ്ങൾ പലതരത്തിലുള്ള പോക്സോ പോലെയുള്ള ബാലനീതി നിയമം പോലെയുള്ള പിന്നെ ബാലവിവാഹ നിരോധന നിയമം പോലെയുള്ള അതുപോലെ ഭിക്ഷാടന നിരോധന നിയമം പോലെയുള്ള ഒരുപാട് നിയമങ്ങൾ വരുന്നു. അപ്പോൾ ഈ നിയമങ്ങളിലെല്ലാം പൊതുവായി പറയുന്ന ഈ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു 16 പ്രിൻസിപ്പിൾസാണ്. ആ 16 പ്രിൻസിപ്പിൾസിലേക്ക് നമ്മൾ വിശദമായിട്ട് പോകണ്ട. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കുട്ടി എന്ത് ചെയ്താലും കുട്ടിയെ നിരപരാധിയായി കാണണം, ഇന്നസെൻ്റായി കാണണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. പിന്നെ കുട്ടിയുടെ അന്തസ്സും മൂല്യവും മുതിർന്നവരെ പോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കുട്ടിയും ഒരു മനുഷ്യജീവിയാണ്. മുതിർന്നവർക്കുള്ള അന്തസ്സും എല്ലാ മൂല്യങ്ങളും കുട്ടിക്കുണ്ട്. പിന്നെ നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ഉത്തമ താല്പര്യം നമ്മൾ കാണണം. അതുപോലെ കുട്ടിക്ക് സുരക്ഷിതത്വം കൊടുക്കണം. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കുട്ടിയുടെ കാര്യത്തിലെല്ലാം പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങണം. കളങ്കിതമായ പദപ്രയോഗങ്ങൾ കുട്ടിയോട് ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. കുട്ടികളുടെ സ്വകാര്യത അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ല, നമ്മൾ പൊതുസ്ഥലത്ത് വെച്ച് കുട്ടിയെ തല്ലാറുണ്ട്, കാരണം നമ്മുടെ കുട്ടിയല്ലേ. പക്ഷേ കുട്ടിയുടെ സ്വകാര്യത സംരക്ഷിക്കണം. കുട്ടിയുടെ ഏത് ഇഷ്യൂ വന്നാലും, ഇപ്പോൾ കുട്ടി ഒരു തെറ്റ് ചെയ്തു, രണ്ടാമതൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ തെറ്റ് വെച്ചിട്ടല്ല നമ്മൾ കാണുന്നത്, അതൊരു പുതിയ തുടക്കമായിട്ടാണ് അതൊരു പുതിയ കാര്യമായിട്ട് തന്നെ കാണണം. അല്ലാതെ പഴയത് വെച്ചിട്ട് ആ കുട്ടിയെ വിലയിരുത്താൻ പാടില്ല. ഇങ്ങനെ നിയമത്തിൻ്റെ മുന്നിൽ കുട്ടിക്ക് ആവശ്യമായ നീതി ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കുട്ടികളെ സ്ഥാപനവൽക്കരിക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നുള്ളതാണ്. പക്ഷേ അത് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്.
കുട്ടിയുടെ ജന്മസാഹചര്യം എവിടെയാണോ അവിടെ കുട്ടിയെ ജീവിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം തത്വങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു നൂറ്റാണ്ടിലധികം കാലമായി ഉയർന്നു വന്ന പ്രഖ്യാപനങ്ങളുടെയും കൺവെൻഷനുകളുടെയും നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ സംവിധാനങ്ങൾ ലോകത്തും നമ്മുടെ രാജ്യത്തിലും കേരളത്തിലും ഒക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാലാവകാശ സംരക്ഷണത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളിലൊക്കെ വളരെ ഗഹനമായിട്ടുള്ള ആഴത്തിലുള്ള അറിവാണ് നമുക്ക് മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് നൽകിയിട്ടുള്ളത്. ഈ റേഡിയോ CU ടോക്ക് ഓണിൽ പങ്കെടുത്ത് സംസാരിച്ചതിൽ വളരെയധികം നന്ദി. ഓക്കെ, സന്തോഷം.